വിശ്വാസ ജീവിത പാടയിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 60 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. ഇവിടെ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് എഴുതിയ ഒരു സ്വർണ്ണഗീതം. യോവാബ് മെസൊപ്പൊത്താമ്യയിലെ അരാമ്യരോടും സോബയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഉപ്പ് താഴ്വരയിൽ 12,000 ഏദോമ്യരെ സംഹരിച്ച് കളഞ്ഞ സമയത്ത് ചമച്ചതെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. യേശുവേ സ്തോത്രം. വചനഭാഗത്തിൽ നമ്മളിവിടെ കേൾക്കുമ്പോൾ യഥാസ്ഥാനത്താക്കപ്പെടുവാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള പ്രാർത്ഥന, പരാതികളും പരിഭവങ്ങളുമായിട്ട് ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. വചനം നമ്മളെ കേൾപ്പിക്കുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് കേൾക്കുവാനിരിക്കുന്നത് ഇനിയൊരു വലിയൊരു ഭൂചലനത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് ഇടവരുന്നുണ്ട്. അവിടെയും സ്വർഗത്തിലെ ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കട്ടെ. ദൈവ പ്രവർത്തിക്ക് കർത്താവേ, അത് കാണുവാൻ ഈ തലമുറ ഇതൊക്കെ കാണുമെന്ന് വചനം നമ്മളെ കേൾപ്പിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളെ ദൈവ യഥാസ്ഥാനത്താക്കണമെന്നൊരു പ്രാർത്ഥന വെക്കുക. കാരണം നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ. അപ്പോൾ നന്നായി പ്രാർത്ഥിക്കേണ്ടതായ ഒരു സമയവും കൂടിയാണ് ദൈവമക്കളെ. പ്രകൃതിക്ഷോഭങ്ങൾ ഇനി ഏറി വരുമ്പോഴും പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭൂമിയിൽ കടക്കുമ്പോഴും ദൈവമക്കളെ, നമ്മൾ ആ പാദപീഠത്തിൽ, കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. ദൈവമഹത്വം കാണാൻ കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ സകല പിഴകളെയും പിതാവേ, അവിടുന്ന് അടിയങ്ങളോട് പൊറുക്കണമേ. കർത്താവെ, സകല ജനത്തിനു വേണ്ടിയിട്ട് പടിയും പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പാവത്തെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ. ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മനസ്സിന് സമാധാനം കൊടുക്കണമേ. വരുവാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എത്രയോ ഭയാനകമാകുന്ന കർത്താവെ, ഈ തലമുറ ഇതെല്ലാം കാണുമെന്ന് വചനം കേൾപ്പിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവെ. അവിടുത്തെ ഇഷ്ടം ചെയ്യേണ്ടതിന് ദൈവം സഹായിക്കണമേ. അവിടുത്തേക്ക് വേണ്ടി പാടുവാൻ, അവിടുത്തേക്ക് വേണ്ടി നല്ല സാക്ഷികളായി തീരുവാൻ വിശ്വസിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.